കുവൈറ്റിലെ സാൽമിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലോട്ടാണ് കേട്ടോ ഞങ്ങളിന്ന് പോകുന്നത്. എനിക്ക് കറക്റ്റ് സ്ഥലങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും പ്രീതിക്ക് അറിയാം കേട്ടോ. അവളിവിടെ വർക്ക് ചെയ്യാണ്, സാൽമിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയാം. ഞങ്ങൾ കുറേ ഡ്രസ്സ് കടയിലൊക്കെ നോക്കി ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കതൊന്നും പറ്റത്തില്ല. പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ നോക്കി, പക്ഷേ അതും നമുക്ക് വേണ്ടായിരുന്നു. ജസ്റ്റ് റീഫില്ലിന് വേണ്ടി കയറിയതാണ്. ഒട്ടുമിക്ക പെൺപിള്ളേർക്ക് ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ. ഞങ്ങൾ സൗക്കിൽ പോയിട്ട് വരാം കേട്ടോ. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് പുറത്ത് പോകുന്നത്. ഞങ്ങൾ ആടിന് സംക്രാന്തിക്കൊക്കെ പോകുള്ളൂ. മുൻപരിചയമുണ്ട്, മുൻജന്മത്തിലെ എന്തോ പാവം ചെയ്തിട്ടുണ്ട്. കുറച്ച് പരിചയമുള്ള സ്ഥിതിക്ക് പോകാം. വിനിയില്ല കുനി നിങ്ങൾ ഇത് കക്കു സാബു പോകുമ്പോൾ പെട്ടെന്ന് എന്നെ അങ്ങോട്ട് നാട്ടിലെത്തിച്ചു കേട്ടോ. ഇങ്ങനെയൊക്കെ ഇവിടെ കാണാറില്ലായിരുന്നു, പക്ഷെ കണ്ട്. അങ്ങനെ ഞങ്ങൾ വരാൻ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് എത്തി കേട്ടോ. അവളെങ്ങനെയൊക്കെ എത്തിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കറിയാമല്ലോ, ഞാൻ അവളുടെ പുറകെ വന്നതാണ്. അവൾക്ക് കുറച്ചൊക്കെ സ്ഥല പരിചയമുള്ളതും കൊണ്ട്, പിന്നെ ചമ്മലൊക്കെ ഇച്ചിരി കൂടുതലായതും കൊണ്ട് ഞങ്ങളിങ്ങനെ വമ്പൻ അഭിനയമായിരുന്നു. പക്ഷേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത്ര കാര്യമൊക്കെയൊന്നും ഇല്ല. എല്ലാവരും ഇതുപോലെ ഫോട്ടോ എടുത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നും വാങ്ങാനൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒരു കടയിൽ കയറിയാലേ നമുക്കൊരു സമാധാനം അല്ലേ, ഒരു മനസ്സിനൊരു തൃപ്തി ഉണ്ടല്ലേ. ആ കണ്ണാടിക്ക് എന്തോ പ്രശ്നമുണ്ട്. പിന്നെ ഞങ്ങൾ ഈ കണ്ണാടിയുടെ മുന്നിൽ വന്നിച്ചൊരു ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടു. ക്യൂട്ട്നെസ് ഇടാനൊന്നും അറിയാത്തത് കൊണ്ട് അതും ചീറ്റിപ്പോയി. കുക്കിംഗ് ഒന്നും ചെയ്യത്തില്ലെങ്കിലും ഇങ്ങനത്തെ പാത്രത്തിൻ്റെ സെക്ഷനിലോട്ട്, അടുക്കള സെക്ഷനിലോട്ടൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പ്രായത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ടാബിലെ പേയ്മെന്റ് ഒക്കെ അടച്ചതാണല്ലോ, പിന്നെ എങ്ങനെ ശരി. എൻ്റെ ഫോണിൽ ഈ സാധനം ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളേ, പക്ഷേ ഈ സാധനം കൊള്ളാം. എല്ലാവരും വാങ്ങിയിട്ട് എല്ലാവരെയൊക്കെ പറ്റിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കളറിങ് ബുക്ക് ഏരിയയിലോട്ടൊക്കെ വന്നു കേട്ടോ. കുഞ്ഞിലെ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്, ആ സമയത്തൊന്നും കിട്ടിയിട്ടില്ല. ഇതാ കുറച്ച് പാവകൾ. കുഞ്ഞിലെ സത്യം പറഞ്ഞാൽ ഇതൊന്നും ആഗ്രഹിച്ചിട്ടുണ്ട്, ഇതൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം പൈസ ഉള്ളപ്പോൾ ഇതിനോടൊന്നും താല്പര്യവും തോന്നില്ല. ഇപ്പോഴത്തെ ഞങ്ങളുടെ സാലറിക്ക് പറ്റിയ പേഴ്സാണത്. അത്രയും പോലും വേണ്ട. ഈ കണ്ണാടി കൊള്ളാം. ഞങ്ങൾ അവളുടെ മുടിയുടെ ട്രാൻസ്ഫോർമേഷൻ കഥ പറയുമായിരുന്നു കേട്ടോ. ചുരുണ്ട മുടിയായിരുന്നു ഇപ്പം, പക്ഷേ അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി ഇപ്പം നല്ല കൊച്ചായി, നല്ല മുടിയായി. ഞങ്ങൾക്കാണെങ്കിൽ പെട്ടെന്ന് ഞങ്ങളുടെ ഡിമാർട്ടിലോട്ട് വന്ന പോലെ ഉണ്ട്. ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫുൾ ടൈം ഡിമാർട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. എപ്പോഴൊക്കെ പോയാലും ഡിമാർട്ട് മിസ് ചെയ്യും. അവിടെ പോകുമ്പോഴും ഞങ്ങളിങ്ങനെ കുറേ വാങ്ങി നോക്കി കിടക്കുമായിരുന്നു. ഒന്നും വാങ്ങിക്കൊന്നും ഇല്ലെങ്കിലും ഇവിടെ പക്ഷേ അന്നേരമൊക്കെ വാങ്ങിക്കാൻ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര പൈസ ഇവിടെയല്ല, റേറ്റ് ഇച്ചിരി കൂടുതലാണ്. അവൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. ഞാൻ നല്ലോണം കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ എനിക്ക് പുറത്തിറങ്ങിയാൽ വിശപ്പിൻ്റെ അസുഖമുള്ള ആളാണ്. പിന്നെ ഞങ്ങൾ തക്കാരയിൽ നിന്നും 2 ബർഗർ മേടിച്ചു കഴിച്ചു. തക്കാര കുവൈറ്റിലെ ഫേമസ് റെസ്റ്റോറൻ്റ് ആട്ടോ. ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും തക്കാരയുണ്ട്. എനിക്കിഷ്ടപ്പെട്ടില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ടു. വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ചായ കൂട്ടി കഴിച്ചു. അവൾക്ക് എല്ലാത്തിൻ്റെ കൂടെയും ചായ വേണം. ബർഗർ തിന്ന ക്ഷീണത്തിൽ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ചെന്ന ഒരു പാനിപ്പൂരി കടയിലോട്ടാണ്. തേടിയ വെള്ളി കാൽ ചുറ്റി എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ തൊട്ട് മുന്നിൽ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. കാരണം പഠിക്കുമ്പോഴാണെങ്കിലും മംഗലാപുരത്താണെങ്കിലും ഞങ്ങൾക്ക് തൊട്ടടുത്തായിരുന്നു പാനിപ്പൂരി ഷോപ്പ്. പിന്നെ ബാംഗ്ലൂരാണെങ്കിലും ജോലി കഴിഞ്ഞിട്ട് വരുമ്പം കറക്റ്റ് ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ പാനിപ്പൂരി ഷോപ്പ്. ഞങ്ങൾ ഒരെണ്ണവേ ഓർഡർ ചെയ്തുള്ളൂ, എന്താണെന്ന് അറിയത്തില്ലല്ലോ ഇവിടുത്തെയൊക്കെ സ്ഥലം. പക്ഷെ ഞങ്ങൾ നല്ലോണം പ്രതീക്ഷിച്ചിട്ടാണ് അത് വാങ്ങിച്ചത്. കറക്റ്റ് എണ്ണമൊക്കെ എടുത്ത് 3 എണ്ണം ഉണ്ടെന്നൊക്കെ എടുത്തിട്ട് അത്ര ആക്രമണത്തോടെ ഞങ്ങൾ പോയി കഴിച്ചതാണ്. പക്ഷേ ഫസ്റ്റ് അവൾ തിന്നപ്പം തന്നെ അവളുടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി 3G കണ്ടില്ലേ, ഇത് നല്ല എക്സ്പ്രഷനായിരുന്നു. അതോടുകൂടി തന്നെ എനിക്ക് മനസ്സിലായി. ഇഷ്ടമായില്ല, ഞങ്ങളൊരു കുടുങ്ങിപ്പോയി. ഞങ്ങളൊരു പാനിപ്പൂരി ഫാൻസ് ആയിരുന്നു, പക്ഷേ ഇത് കഴിച്ചവിടെ മുതി സാധാരണ ഞങ്ങൾ ഈ സാധനം കിട്ടാൻ അടിയായിരുന്നു. കുടിച്ചൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കളയുന്നില്ല. ഞങ്ങളങ്ങനെ ഫുഡ് കളയുന്ന ആളൊന്നും അല്ലായിരുന്നു. പ്രത്യേകിച്ച് പാനിപ്പൂരി ഞങ്ങൾ കളയത്തില്ലായിരുന്നു. ഞങ്ങൾ അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ് കോണും ഐസ്ക്രീമും മേടിച്ച് കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം അതും 3G ആയിപ്പോയി. സ്വീറ്റ് കോണിനകത്ത് അവർ എന്തോ ഒഴിച്ചു, എന്തോ ചീത്തയായിരുന്നു, അതും കുളമായി.
ഗൈസ് ഞങ്ങൾ അടുത്ത മൂഞ്ചലിന് വേണ്ടി നടക്കുകയാണ്. റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഇവിടെ ഇരിക്കാതെ. എല്ലാം ഞങ്ങളുടെ ഐഡിയ പോയി ഗൈസ്. മുഞ്ചി ഇത് കളയുന്നതിൽ നല്ല വിഷമം എന്ന് പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരും നല്ല സ്ട്രീറ്റ് ഫുഡ് ലവേഴ്സാണ്. ഞങ്ങൾക്ക് ഇത് രണ്ടും മുഞ്ചിപ്പോയതിൽ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. ഇത് കൊണ്ട് കളയാൻ വേണ്ടി ഒരു സ്ഥലം തപ്പി നടക്കുമായിരുന്നു കേട്ടോ. കാരണം ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും നമ്മളിങ്ങനെ ഫുഡൊക്കെ കൊണ്ട് കളയുന്നു. അങ്ങനെ ഭക്ഷണം രണ്ടും ചീറ്റിപ്പോയതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ഡ്രസ്സ് നോക്കാമെന്ന് ഓർത്ത് അൽനാസറിലോട്ട് കയറി. അൽനാസർ കുവൈറ്റിലെ ഒട്ടുമിക്ക സ്ഥലത്തും ഉണ്ട്. അൽനാസർ എല്ലാ സ്ഥലത്തും ഏകദേശം ബ്രാഞ്ചുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവിടുന്ന് സാധനമൊന്നും കിട്ടിയില്ല. ഇന്നെന്തോ പ്രശ്നമുണ്ട്. ഞങ്ങൾക്കൊന്നും സെറ്റാകുന്നില്ല. ഞങ്ങൾ പിന്നെ കുറച്ച് ദൂരം അങ്ങ് നടന്നു ബീച്ച് സൈഡിലേക്ക് പോകാമെന്ന് ഓർത്തിട്ട്. അത് പ്രീതിയുടെ ക്ലിനിക്കിൻ്റെ ഏകദേശം ആ സൈഡിനടുത്താണ്. അപ്പം എനിക്ക് വഴി അറിയത്തില്ല, ഞാൻ പുറകെ പോവും. ഒരു ബസ് സ്റ്റോപ്പ് തപ്പി ഞങ്ങൾ കുറേ നടന്നു കേട്ടോ. ആദ്യമായിട്ട് ഞങ്ങളൊരു ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചു. ബസ് സ്റ്റോപ്പ്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു. ബസ് സ്റ്റോപ്പ്. സാൽമി എക്സ്പ്ലോർ ചെയ്യാൻ വന്നത്. പക്ഷെ എക്സ്പ്ലോറേഷൻ വയ്യ, പ്രായാധിക്യം. ഡെയിലി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത്രയും ഹെക്ടിക്കായിട്ടെന്ന് പറയാം. ഈ അടുത്തൊന്നും ഞങ്ങൾ ഇതുപോലെ നടന്നിട്ടില്ലാന്ന് തോന്നുന്നു. പ്രായമില്ലേ, ചിലപ്പോൾ അതിലേക്ക് ആയിരിക്കും. വല്ലാണ്ടും എടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടി. കയറി ഞങ്ങൾ ബീച്ച് സൈഡിലോട്ട് പോകും. അവൾ ഏതോ സ്റ്റോപ്പിൽ ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സ്റ്റോപ്പിലാണെന്നൊക്കെ ആർക്കറിയാം. പിന്നെ ഞങ്ങൾ ബീച്ച് സൈഡിലേക്ക് പോകുന്ന വഴിക്ക് സെൻറ്റർ പോയിൻ്റ് കണ്ടു. ഞങ്ങൾ സെൻറ്റർ പോയിൻ്റ് കയറി. ഞാൻ സെൻറ്റർ പോയിന്റിൽ വന്നിട്ടുണ്ടായിരുന്നിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ വാങ്ങില്ല, കാരണം മന്ദൻ്റെ. പക്ഷേ ഇപ്പം വാങ്ങി ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്നും വാങ്ങി. പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. പ്രീതിക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ് നോക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതും കൂടെ നോക്കിയിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങാമെന്ന് ഓർത്തു. അങ്ങനെ അവൾക്ക് പറ്റിയ നല്ല ഷെയ്ഡ് കിട്ടി. ഇനി ഞങ്ങൾ ഇറങ്ങി. പിന്നെ H&M കയറി. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്കെല്ലാം പറ്റിയ എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. കണ്ണാടി കണ്ട ഒരു ഷോ നിർബന്ധമാണ്. പിന്നെ ഇവിടെയൊക്കെ കയറിയാലേ എനിക്ക് എൻ്റെ ലെങ്ത്തിന് പറ്റിയ പാൻസ് എല്ലാം കിട്ടുകയുള്ളൂ കേട്ടോ. അതങ്ങനെയാണ്. ഞാൻ ഇച്ചിരി നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് ഹൈറ്റിനനുസരിച്ചുള്ള പാൻസ് ഒന്നും കിട്ടാറില്ല. എനിക്ക് ഹൈറ്റ് ശരിയാകുമ്പോൾ വണ്ണം കിട്ടത്തില്ല, വണ്ണം ശരിയാകുമ്പം ഹൈറ്റ് ശരിയാകത്തില്ല. അങ്ങനെയാണ് എൻ്റെ ജീൻസിൻ്റെയും പാൻസിൻ്റെയും എല്ലാം കഥ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഇറങ്ങിയത്. പ്രീതി വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൻ്റെ അടുത്താണ് ബീച്ച്. അപ്പം അവൾക്ക് കറക്റ്റ് സ്ഥലം അറിയാം. ഇതാ പ്രീതി വർക്ക് ചെയ്യുന്ന ക്ലിനിക്ക്. ഇവിടെ നല്ല ലൈറ്റിംഗ് ആയിരുന്നു. അപ്പം വീഡിയോയ്ക്കൊക്കെ നല്ല ക്ലാരിറ്റി. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇത് റോഡ് ക്രോസ് ചെയ്താൽ ബീച്ചെത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഏകദേശം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഈ സമയം വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഏരിയ ആയിരുന്നു, നല്ല സ്ഥലമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇനിയും ഒന്നും കൂടെ വരാനൊക്കെ തോന്നും. ഇത് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ്, അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻ്റാണ്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ലാൻഡ് ചെയ്തു ഗൈസ്. പക്ഷെ ഞങ്ങൾ വഴി തെറ്റിയിട്ടൊന്നുമില്ല, എനിക്കറിയാം. ഞങ്ങൾ ഏത് ലോകത്താന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഇത് എവിടെയാ ഇത് എവിടെ? Head toward 220 seconds. ബാംഗ്ലൂർ പോലെ ചെറുതാണ്. എവിടെയൊക്കെ കറങ്ങി എവിടെയൊക്കെ എത്തും. എനിക്കൊരു ആശ്വാസം വേണ്ടതെന്ന് വെച്ചാൽ ആലി ഹോസ്പിറ്റലിലെ തല കണ്ട ഞാൻ ഹാപ്പി. ബ്രൗണീസിലല്ലേ പോകേണ്ടത്? അത് ഞാൻ ഹോസ്പിറ്റലിലെ തല കണ്ട ഞാൻ ഹാപ്പി. ബ്രൗണീസിന്റെ തല കാണിക്കും. Turn left onto 220. എന്തോ ഇവിടുന്ന് ഇടയ്ക്ക് എന്തോ മാപ്പൊക്കെ കരയുന്നുണ്ട്. മാപ്പിന്റെ ഒച്ചയൊക്കെ. അങ്ങനെ കുറേ അലഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തി കേട്ടോ. നാട്ടിലെത്തിയപ്പോഴത്തേന് സമയവും വൈകി. വാർഡൻ്റെ വിളിയും വന്നു. എന്തായാലും ഇത്ര ആയാലും ഒരു ചായ കുടിച്ചിട്ട് പോകുന്ന ഓർത്തിട്ട് ഞങ്ങൾ ബ്രൗണീസിൽ വന്നിരിക്കുക ചായയും കുടിക്കാൻ. അപ്പോൾ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. അടുത്ത വ്ളോഗിൽ കാണാം.